ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നിഷ കൃഷ്ണൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോഡി ക്ലൻസിങ്ങിൻ്റെ രണ്ടാമത്തെ ഡേ പ്രാക്ടീസാണ്. നമ്മൾ ഒന്നാമത്തെ ഡേ കഴിഞ്ഞു. ഇനി നമ്മൾ 21 ദിവസത്തെ ഡേ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രാക്ടീസിലേക്ക് കടക്കാണ്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് മൂവ്മെൻറ്റ് വെച്ചിട്ടുള്ള ഒരു പ്രാണായാമമാണ്. തല താഴത്തേക്കാകുമ്പോൾ ഇൻഹെയിൽ ചെയ്യുക, മുകളിലേക്കാക്കുമ്പോൾ എക്സെയിൽ ചെയ്യുക. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. നിങ്ങൾ അത് ചെയ്തുകൊണ്ടേയിരിക്കുക കുറച്ച് സമയം. ഇനി അടുത്തത് അനുലോം വിലോം പ്രാണായാമം ചെയ്യാം. അതിനുശേഷം സൂര്യഭേദിയും ചന്ദ്രഭേദിയും, അതായത് റൈറ്റിൽ കൂടെ എടുക്കുന്നത് ചന്ദ്രഭേദി, ലെഫ്റ്റിൽ കൂടെ എടുക്കുന്നത് സൂര്യഭേദി, അത് ചെയ്യാം. ആദ്യം ചന്ദ്രഭേദി ചെയ്യാം. അതിനുശേഷം സൂര്യഭേദി ചെയ്യാം. ഇനി നമുക്ക് ഓം ചാണ്ടിങ് ചെയ്യാം. ഓ അതിനുശേഷം നമുക്ക് അഫർമേഷൻസ് പറയാം. ഇന്ന് എനിക്കൊരു പുതിയ ചാൻസാണ്. ജീവിതം എന്ന് പറയുന്നത് ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു അസുലഭ നിമിഷമാണ്. അതൊരിക്കലും ഞാൻ വേസ്റ്റ് ചെയ്യില്ല. എൻ്റെ ഡ്രീംസിന് വേണ്ടി എന്നും ഞാൻ ട്രൈ ചെയ്യും. ഒരിക്കലും എൻ്റെ ഡ്രീംസിന് ഒന്നിനും വേണ്ടി വിട്ടുകൊടുക്കില്ല. ഇതാണ് ഇന്നത്തെ നമ്മൾ പറയുന്ന അഫർമേഷൻസ്. ഇനി നമ്മൾ ഇത് മനസ്സിലുറപ്പിക്കുക. ഇനി നമ്മൾ നമുക്കുള്ള ഇതിനെക്കുറിച്ച് ഒന്ന് നന്ദിയോടെ ഓർക്കണം. ഇങ്ങനെ ചെയ്യണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ചിട്ടുള്ള ദുഃഖം ആണ് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നത്. അപ്പോൾ ഉള്ളതിനെ കുറിച്ച് എന്നും ഓർക്കുമ്പോൾ നമുക്ക് അത് നമ്മുടെ ഇല്ലായ്മയിൽ നിന്നുള്ള ചിന്ത നമ്മളെ വെടിയും. പിന്നെ നമുക്ക് നല്ല സമാധാനം ഉണ്ടാവും. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഉള്ള 3 കാര്യങ്ങൾക്ക് നന്ദി പറയാം. നിങ്ങളുടെ ഫാമിലി ആവാം. ഇന്ന് നമ്മൾ എൻ്റെ ഫാമിലിക്ക് നന്ദി, എന്നെ ഞാനായി നിർത്തുന്ന എനിക്ക് നന്ദി, എനിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുള്ള എൻ്റെ അച്ഛനും അമ്മയ്ക്കും നന്ദി, എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള ഓരോ സൗഭാഗ്യങ്ങൾക്കും അത് കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാർക്കും നന്ദി പറഞ്ഞിട്ട് നിർത്താണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഏറ്റവും കഠിനമായിട്ടുള്ളൊരു സിറ്റുവേഷൻസിനെ കുറിച്ചിട്ട് ആലോചിക്കുക. അതായത് മനസ്സിൽ അത്രയും വിഷമം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ട് ആലോചിക്കുക. ആ സിറ്റുവേഷൻ നന്നായിട്ട് തരണം ചെയ്യുന്നത് ആലോചിക്കുക. മനസ്സിന് ശക്തി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരാളുടെ മുറിവേൽപ്പിക്കുന്ന വേർഡുകളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് പോയ ഒരു നിമിഷമാവാം. അതിനൊക്കെ നിങ്ങൾ ഓവർകം ചെയ്യുന്നതായിട്ട് മനസ്സിൽ കാണും. ഇനി നമുക്ക് ധ്യാനത്തിലേക്ക് കടക്കാം.
നമ്മൾ മനസ്സുകൊണ്ട് ചിന്തകളെ ഇല്ലാതാക്കല്ല ധ്യാനം. അത് നമ്മൾ എല്ലാ ചിന്തകളെയും ഒരുപോലെ ഉൾക്കൊള്ളാണ് ധ്യാനം. നമ്മൾ ഇങ്ങനെ നല്ല ഡീപ്പായിട്ട് ധ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പല ചിന്തകളും വരും. അതിനൊന്നും കാര്യമാക്കേണ്ടതില്ല. മെല്ലെ അതിൻ്റെ കൂടെ ഇരിക്കുക. കുറച്ച് ദിവസം അതിൻ്റെ കൂടെ ഇരിക്കാൻ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് അത് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ഒന്നിനെയും കൺട്രോൾ ചെയ്യണ്ട, ജസ്റ്റ് എല്ലാത്തിനെയും ഒബ്സർവ് ചെയ്യുക. നിങ്ങളൊരു ഒബ്സർവർ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ജസ്റ്റ് കണ്ണ് തുറന്നിട്ട് പ്രാക്ടീസ് എൻഡ് ചെയ്യാം.